പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, അങ്ങ് ഞങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാതെയും ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്തും ഞങ്ങളുടെ കുടുംബത്തിൽ വന്നുപോയ കുമിഞ്ഞു കൂടിക്കിടക്കുന്ന കടബാധ്യതകളുടെ മേഖലകളിൽ വലിയ വിമോചനം നൽകി, വിടുതൽ നൽകി ഞങ്ങളെ വീണ്ടെടുക്കുന്ന ഈ പുണ്യദിനങ്ങളെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവ്, ഞങ്ങളുടെ കുടുംബ വൃക്ഷങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങളുടെ ജീവിച്ചിരിക്കുന്ന ഈ തലമുറയിലെ എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബ വൃക്ഷത്തിന്റെ മേൽ കർത്താവെ വലിയ കരുണ ചൊരിഞ്ഞ് വലിയ വിമോചനം നൽകി ഞങ്ങൾക്ക് കടങ്ങളുടെ പൊറുതി നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മ മാതാവേ, അമ്മയുടെ സാന്നിധ്യം, സകല വിശുദ്ധരെ മാലാഖമാരെ നിങ്ങളുടെ സാന്നിധ്യം, യൗസേപ്പ് പിതാവേ, ഉണ്ണീശോയെ, നിങ്ങളുടെ എല്ലാ സാന്നിധ്യവും കൊണ്ട് ഞങ്ങളുടെ കുടുംബങ്ങളെ കൃപയുടെ നിറവുള്ള ഭവനങ്ങളാക്കി മാറ്റി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അതിനായിട്ട് അമ്മ മാതാവിന്റെ സാന്നിധ്യം യാചിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബത്തോടും കുടുംബവൃക്ഷത്തോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നമ്മുടെ കുടുംബവൃക്ഷവുമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിക്കുന്ന ഒരു വലിയൊരു മേഖല കടങ്ങളുടെ മേഖല. കൊല്ലരുത് എന്ന് പറഞ്ഞ കർത്താവിന്റെ പ്രമാണത്തെ ലംഘിച്ച നമ്മുടെ കുടുംബത്തിന്റെ കടങ്ങളാണ്. അതായത് കൊല്ലരുത്. എന്നെ പ്രിയപ്പെട്ടവരെ, ജീവന്റെ മേൽ അധികാരം ദൈവത്തിനുള്ളൂ. ആ ജീവിതത്തെ എടുക്കാനോ ജീവനെ നശിപ്പിക്കാനോ അതിനെയോർത്ത് പഴിക്കാനോ പിറുപിറുക്കാനോ ആർക്കും അവകാശമില്ല. ജീവന്റെ മേൽ പരമാധികാരം ദൈവത്തിന്. അതിന് വിരുദ്ധമായിട്ട് നമ്മുടെ കുടുംബത്തിൽ എന്തൊക്കെ സംഭവിക്കുന്നുണ്ടോ അത് വലിയ കടബാധ്യതയാകും. മാത്രമല്ല, ആ പ്രവൃത്തിയിലൂടെ കൊലപാതകത്തിന്റെ ഒരു ദുരാത്മാവിന് നമ്മുടെ കുടുംബത്തെ നശിപ്പിക്കുന്ന, ഇല്ലാതാക്കുന്ന, സകലമാന മേഖലകളിലും ജീവൻ നഷ്ടപ്പെടുത്തുന്ന വലിയൊരു അധികാരവും ആധിപത്യവും അവകാശവും ലഭിക്കാൻ ഇടയാകും. കൊലപാതകം നമുക്കറിയാം. കൊല്ലരുത്, മറ്റുള്ളവരെ കൊല്ലുന്നവർ. ഈ കുറെ നാളുകളായിട്ട് നമ്മൾ കേൾക്കുന്ന കാര്യമാണ്. അച്ഛാ, ഞങ്ങളുടെ കുടുംബത്തില് കാർന്നോമാര് ആളെ കൊന്നിട്ടുണ്ട്, പലരെ കൊന്നിട്ടുണ്ട്, പല മേഖലകളിൽ. ഇതൊക്കെ നമ്മുടെ പാരമ്പര്യത്തില്, തലമുറകളില് നമ്മുടെ പ്രിയപ്പെട്ടവര് ആരെങ്കിലും കൊന്നിട്ടുണ്ടെങ്കിൽ, ജീവന്റെ മേൽ കൈവച്ചിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കരമായ ശാപമാണ്, അത് കടബാധ്യതയാണ്. അതിലൂടെ നമ്മുടെ തലമുറയിലേക്കും അതുമായിട്ട് ബന്ധപ്പെട്ട തിന്മയുടെ സ്വാധീന ശക്തികൾ, അധികാരങ്ങൾ, ജീവനെ നശിപ്പിക്കുന്ന ശക്തികൾ കടന്നു വരുവാൻ ഇടയാകും. ഇനി അതോടൊപ്പം തന്നെ ആത്മഹത്യ. പ്രിയപ്പെട്ടവരെ, ഇന്ന് പല കുടുംബങ്ങളിലും ആത്മഹത്യയുടെ ദുരാത്മാവിന്റെ സാന്നിധ്യം. അതായത് ജീവന്റെ മേൽ കൈവയ്ക്കാൻ ഒരാൾക്കും അവകാശമില്ല. എന്റെ ജീവൻ എന്റെ സ്വന്തമല്ല. ഈ ജീവനെ തൊടാനോ നശിപ്പിക്കാനോ ആർക്കും അവകാശമില്ല. അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സംഭവിക്കുന്ന കാര്യം, ഒന്നാമത്തെ പ്രമാണലംഘനം, രണ്ടാമത്തെ കാര്യം ഈ ആത്മഹത്യയുടെ ദുരാത്മാവ് ആ കുടുംബത്തിൽ കയറും. ഞാൻ ചിലപ്പോഴൊക്കെ ചില ആത്മഹത്യ നടന്ന കുടുംബങ്ങളെ പഠിച്ചപ്പോഴൊക്കെ കണ്ടെത്തിയ വലിയൊരു കാര്യം, ആ കുടുംബത്തില് സമാനമായ ആത്മഹത്യകൾ ഇതിനു മുമ്പ് നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു സ്പിരിറ്റ്, അരൂപി ആ കുടുംബത്തെ സ്വാധീനിക്കുക, ആ തലമുറയെ, ആ ജീവിതങ്ങളെ സ്വാധീനിക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അതുമായിട്ട് ബന്ധപ്പെട്ട കടങ്ങള്, ആത്മഹത്യയുടെ കടങ്ങള്, അതുമായിട്ട് ബന്ധപ്പെട്ട രൂപികൾ. ഇനി മറ്റൊരു മേഖലയാണ് ഗർഭചിത്രം, കൊലപാതകം. ഗർഭാവസ്ഥയില് ഒരു കുഞ്ഞിനെ ക്രൂരമായിട്ട് കൊന്നുകളയുന്ന പ്രവൃത്തി, അതൊക്കെ ഒത്തിരിയേറെ നമ്മുടെ ജീവിതത്തെ, കുടുംബങ്ങളെ, തലമുറയെ, മക്കളെയൊക്കെ ഒത്തിരി സ്വാധീനിക്കും. അതായത് ഒരു കൊലപാതകം നടക്കുന്ന സ്ഥലം എവിടെയാ? അമ്മയുടെ ഉദരം. ഒരു തലമുറയില്, ഒരു കുടുംബവൃക്ഷത്തില് ഒരു കുഞ്ഞ് ഉരുവാകുമ്പോ തന്നെ നമുക്കറിയാം, ഒരു കുഞ്ഞിന്റെ സ്വഭാവ സവിശേഷതകള് ജനിച്ച് 90 ദിവസത്തിനുള്ളിൽ രൂപപ്പെടുത്തപ്പെടുന്ന മനഃശാസ്ത്രജ്ഞന്മാരൊക്കെ പറയുന്ന
90 ദിവസം. ഇന്ന് എത്രയോ മാസങ്ങൾ കഴിഞ്ഞിട്ട് ഒരു കുഞ്ഞിനെയൊക്കെ കൊല്ലുന്നത്. അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഉരുവാകുമ്പോ തന്നെ ആ കുഞ്ഞ് ജീവന്റെ സമൃദ്ധിയില് നമ്മുടെ കുടുംബത്തിന്റെ ഭാഗമായി ആ കുഞ്ഞിനെ നമ്മൾ തന്നെ കൊന്നാ പിന്നെ എന്തുമാത്രം ശാപാരിക്കും, നിഷ്കളങ്ക രക്തത്തിൽ നിലവിളി. ഓക്കെ, അതിലേക്ക് വെച്ചാൽ അധികം പോണില്ല. നമുക്കറിയാം ഈ 3 മേഖലകളിൽ കൊലപാതകം, ആത്മഹത്യ, ഗർഭചിത്രം, ഈ മേഖലയില് നമ്മുടെ കുടുംബത്തില്, പാരമ്പര്യത്തില്, തലമുറകളില് കൊല്ലരുത് എന്ന് പറഞ്ഞ നിയമത്തിനെതിരെ ചെയ്തു പോയ പാപത്തിന്റെ കടങ്ങള്, ശാപങ്ങള്, അതിലൂടെ പിശാചിന് അവകാശം കിട്ടിയത് എല്ലാം ഇന്ന് നമുക്ക് പ്രത്യേകം കർത്താവിന്റെ ബലി സമർപ്പിച്ച് ഒറ്റ വഴിയോളം ഇതിൽ നിന്നൊക്കെ പരിഹാരം കർത്താവ് നമുക്ക് വേണ്ടി അർപ്പിച്ച പാപപരിഹാര ബലി, ശാപത്തിന്റെ മോചനത്തിന് വേണ്ടിയുള്ള ബലി, മരണത്തെ പരാജയപ്പെടുത്തിയ ബലി, കടങ്ങൾ വീട്ടിയ ബലി, സാത്താന്റെ ആധിപത്യങ്ങളെ തകർത്തെറിഞ്ഞ ഈ കുരിശിലെ ബലി, ഈ ബലി അവകാശപ്പെട്ട് സ്വന്തമാക്കി എൻ്റെ പ്രിയപ്പെട്ട മക്കളെ നമുക്കിന്ന് പ്രാർത്ഥിക്കാം. പഠിച്ചത് അമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇങ്ങനെയൊക്കെ കൊല്ലപ്പെട്ട മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കണം. അതോടൊപ്പം തന്നെ ആ മക്കളോട് മാപ്പ് ചോദിക്കണം. ആ കുഞ്ഞിനൊക്കെ പ്രത്യേകിച്ച് ഒരു പേരൊക്കെ ഇട്ട്, ഇങ്ങനെ ഗർഭചിത്രത്തിലൊക്കെ മരിച്ചുപോയ കുഞ്ഞുങ്ങൾക്കൊരു പേരൊക്കെ ഇട്ട് ആ കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിച്ച് മാതാവിന്റെ കരങ്ങൾ ഏൽപ്പിച്ചു കൊടുത്ത് കർത്താവിന്റെ തിരുരക്തത്താൽ വീണ്ടെടുത്ത് ആ കുഞ്ഞിനെ സ്നേഹത്തോടെ കൊച്ചിനോട് മാപ്പൊക്കെ ചോദിക്കണം. എന്നിട്ട് സ്നേഹത്തോടെ നമ്മുടെ കുടുംബത്തിന്റെ ഒരു ഭാഗമായി ചേർത്ത് പിടിക്കണം. ആ കുഞ്ഞ് മുറിച്ചു മാറ്റപ്പെടേണ്ട ഒരു ശാഖയല്ല, ചേർത്ത് പിടിക്കേണ്ടതാണ്. അതുകൊണ്ട് അങ്ങനെയൊക്കെ കൊല്ലപ്പെട്ട മക്കളെ ഓർത്ത് അവരോട് മാപ്പ് ചോദിക്കുക, ഈശോയോട് മാപ്പ് ചോദിക്കുക. സ്നേഹത്തോടെ ആ കുഞ്ഞുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ശാപങ്ങൾ, പൈശാചിക ബന്ധനങ്ങളെ മുറിച്ചു മാറ്റുക. ആ കുഞ്ഞിനെ പരിശുദ്ധ അമ്മയുടെ കരങ്ങളെ കേൾപ്പിച്ചു കൊടുക്കുക. ആ കുഞ്ഞിന് വേണ്ട ആശ്വാസവും ആ ഒരു സൗഖ്യവും, ഒത്തിരി മുറിവേറ്റ കൊച്ച, അങ്ങനെ ആ മുറിവുകളൊക്കെ ഉണക്കി സ്വർഗീയർ ആ കുഞ്ഞിനെ സ്വീകരിക്കട്ടെ. അതിനുവേണ്ടിയൊക്കെ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ടവരെ, അങ്ങനെ നമ്മുടെ കുടുംബത്തിൽ പിന്നെ വേറെ കാര്യമുണ്ടോ? ഇങ്ങനെയൊക്കെ മരിച്ച കുഞ്ഞുങ്ങള് നമ്മുടെ മക്കളെ ഒത്തിരി സ്വാധീനിക്കും. ഇങ്ങനെയൊക്കെ കൊല്ലപ്പെട്ട കുഞ്ഞുങ്ങള്, അല്ല ആത്മഹത്യ ചെയ്തവര്, അല്ലെങ്കിൽ മറ്റുള്ളവരെ കൊന്നത് നമ്മുടെ മക്കളെയൊക്കെ ഒത്തിരി സ്വാധീനിക്കും. ഇപ്പൊ ഒരു ഗർഭചിത്രം നടന്ന സ്ഥലത്ത് പിന്നീട് ജനിക്കുന്ന കൊച്ചുണ്ടല്ലോ, ഒത്തിരിയേറെ മുറിവേറ്റ കൊച്ച, അതിന് സ്വാധീനം വരുന്ന കൊച്ചിലുണ്ടാവും. അങ്ങനെ മരിച്ച കൊച്ചിന്റെ ആ വേദനയും നിലവിളിയും ആ നൊമ്പരവും ആ മുറിവും ആ രക്തവും ഒക്കെ പിന്നീട് തലമുറകളിൽ ജനിക്കുന്ന കുഞ്ഞുമക്കളെ സ്വാധീനിക്കുന്നു. ഒത്തിരിയേറെ മനഃശാസ്ത്രം, ആന്തരിക സൗഖ്യത്തിന്റെ മേഖലയിലും ഒക്കെ കണ്ടെത്തിയ വലിയൊരു സത്യമാണ്. ഈ തലമുറയുടെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോ ഇതുപോലെ കൊല്ലപ്പെട്ട മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അനുരഞ്ജനപ്പെടണം, ആ കുഞ്ഞുങ്ങളെ വീണ്ടെടുക്കണം, കർത്താവിന്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, കടങ്ങളുടെ പൊറുതിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങനെ നമ്മെയും നമ്മുടെ തലമുറയെയും നമ്മുടെ മക്കളെ പ്രത്യേകിച്ചും വീണ്ടെടുക്കുമ്പോ ഇന്ന് നമ്മുടെ മക്കൾ അനുഭവിക്കുന്ന പല പ്രശ്നങ്ങള്, തടസ്സങ്ങള്, രോഗങ്ങള്, ചില ദുശീലങ്ങള്, ബലഹീനതകള്, തഴക്കദോഷങ്ങള്, അനുസരണക്കേടുകള്, വഴിപ്പിഴച്ച ജീവിതങ്ങള്, ചില അടിമത്തങ്ങള്, ആധിപത്യങ്ങള്, ഇതെല്ലാം അവസാനിപ്പിക്കപ്പെടും. നമ്മുടെ ജോലി മേഖലയെ, ബിസിനസ് മേഖലയെ, നമ്മുടെ ഉപജീവന മാർഗങ്ങളെ ഒക്കെ ഒത്തിരി സ്വാധീനിക്കുന്ന ഒന്നാണ് കൊല്ലരുത് എന്നുള്ള നിയമത്തിനെതിരെ നമ്മൾ ചെയ്ത, നമ്മുടെ കുടുംബത്തിൽ ചെയ്ത പാപത്തിന്റെ കടങ്ങളും ശാപങ്ങളും അതിനനന്തര ആധിപത്യ സ്വാധീനങ്ങളും പൈശാചിക അവകാശങ്ങളും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ മേഖലയ്ക്ക് വേണ്ടി നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. അവന്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇന്ന് വിശുദ്ധ കുർബാനയിലും ആരാധനയിലും, ഇന്നത്തെ നമ്മുടെ ആരാധനയിലും ജപമാലയിലും കരുണയുടെ ജപമാലയിലും ഒക്കെ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക. അങ്ങനെ കർത്താവിന്റെ വലിയ കരുണ നമ്മുടെ ജീവിതത്തില്, കുടുംബത്തില്, മരിച്ചുപോയവരോട് ബന്ധപ്പെട്ട മേഖലയിൽ നിറയപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കും. കൊല്ലപ്പെട്ട മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവിടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവിടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കണം, ആത്മാക്കളോടൊക്കെ മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കണം. ആത്മഹത്യ ചെയ്തു പോയ മക്കൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. ഇനി ആത്മഹത്യയെ കുറിച്ച് ഒരു വാക്കച്ച പറഞ്ഞോട്ടെ. പ്രിയപ്പെട്ടവരെ, ആത്മഹത്യ ഒരിക്കലും സ്വന്തം ഇഷ്ടത്താൽ ചെയ്യുന്നതായിരിക്കണമെന്നില്ല. ചില സാഹചര്യത്തില്, ചില ഒരു ബന്ധനാവസ്ഥയില് കമ്പൽസീവായിട്ട് നിർബന്ധിക്കപ്പെട്ടാണ് ചിലരൊക്കെ ആത്മഹത്യ. ചില പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, മുന്നോട്ട് പോകാൻ പറ്റണില്ല. മാത്രമല്ല, ഇങ്ങനെ ഒരു സംഭവം ഞാൻ ഇന്നൊരു പുസ്തകത്തിൽ വായിച്ചതാ. ഒരു മുറിയിൽ ഇങ്ങനെ തീ കത്തിക്കൊണ്ടിരിക്കുക. അതിലൊരാള് പെട്ടിട്ട് രക്ഷപ്പെടാൻ വേണ്ടി അവൻ ശ്രമിക്കുന്നുണ്ട്. അതിനുവേണ്ടി അവൻ ജനലിൽ കയറുന്നു, തട്ടയിൽ കയറുന്നു. പക്ഷെ മുറി മുഴുവൻ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുക. ആ
ആ ഒരു അവസ്ഥയില് അവസാനം ആ തട്ടിൽ നിന്ന് അവൻ ആ തീയിലേക്ക് വീണ് മരിക്കണം. അവൻ രക്ഷപ്പെടാനും ജീവിക്കാനും വേണ്ടി ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ആ സാഹചര്യത്തിൽ പറ്റാത്ത അവസ്ഥയിൽ മരിച്ചു വീഴുകയാണ്. അതുപോലെയാണെന്ന് പറയാ ചില ആത്മഹത്യകൾ, ചില സാഹചര്യങ്ങള്. അവിടെ അവൻ ശ്രമിക്കുന്നുണ്ട്, അതിനെ അതിജീവിക്കണം, ജീവിക്കണം, മരിക്കാൻ അവൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ആ സാഹചര്യങ്ങളാണ് ഇന്ന് പല മക്കളെയും സമ്മർദ്ദത്തിലാക്കുകയും ആ അവസ്ഥയില് ഈ മക്കളെ മരണത്തിലേക്കൊക്കെ നയിക്കുന്നത്. അതുകൊണ്ട് ആത്മഹത്യ അതിൽ തന്നെ ഒരു പാപത്തിന്റെ മേഖലയല്ല, അതിനേക്കാൾ ഉപരി ഒരു സാഹചര്യമാണ്, ഒരു പ്രത്യേകമായൊരു നിർബന്ധിക്കപ്പെട്ട അവസ്ഥയിലാണ്. എന്നാൽ ജീവൻ അപഹരിക്കപ്പെടുമ്പോ അതും ഒരു കൊലപാതകത്തിന്റെ അവസ്ഥയിലേക്ക് വരും. കർത്താവിന്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ജീവൻ നൽകാനല്ല ഈശോ മരിച്ചത്. ഈശോയുടെ കുരിശു മരണത്തിലൂടെ കൊല ചെയ്യപ്പെട്ടു പോയ ഈ മേഖലയിൽ ജീവൻ നഷ്ടപ്പെട്ടു പോയ എല്ലാ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട മരണത്തെ പരാജയപ്പെടുത്തിയ കർത്താവിന്റെ കുരിശുമരണ ശക്തിയാൽ ആധിപത്യങ്ങളെ, അധികാരങ്ങളൊക്കെ തകർത്തുകൊണ്ട് ജീവന്റെ സമൃദ്ധിയില് ഞങ്ങളുടെ കുടുംബത്തെ, പാരമ്പര്യത്തെ, തലമുറയെ വീണ്ടെടുക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവകരുണയ്ക്കായി, കർത്താവിന്റെ സൗഖ്യത്തിനായി, വിടുതലിനായി ഇന്ന് നമ്മുടെ കുടുംബ വൃക്ഷത്തെ, നമ്മുടെ ജീവിതങ്ങളൊക്കെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. ദൈവ കുഞ്ഞാടേ, ആത്മനാഥനെ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കൊല്ലപ്പെട്ടവനെ, ജീവനാഥനെ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യാനീശോയെ, ഞങ്ങളാരും നശിച്ചു പോകാതെ ജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി കുരിശിലങ്ങ് മരിച്ചു. അങ്ങയുടെ മരണത്തിലൂടെയാണല്ലോ അങ്ങ് ഞങ്ങൾക്ക് ജീവൻ നൽകിയത്. ഞങ്ങളെ ജീവനോളം സ്നേഹിച്ചുകൊണ്ട്, അതിനുവേണ്ടി മരിച്ചുകൊണ്ട് ഞങ്ങളെ വീണ്ടെടുത്ത് രക്ഷിച്ച് ജീവൻ നൽകി. ഞങ്ങളാരും മരിക്കാതിരിക്കാൻ വേണ്ടി ഞങ്ങൾക്കായി മരിച്ച കർത്താവെ, വലിയ സ്നേഹത്തോടെ, നന്ദിയോടെ ഞങ്ങളെ, ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും മരിച്ചുപോയ പ്രിയപ്പെട്ടവരെയും ഞങ്ങളുടെ കുടുംബവൃക്ഷത്തെയും അങ്ങയുടെ തിരുമുമ്പിലേക്ക് ആ ജീവന്റെ സമൃദ്ധിക്കായി സമർപ്പിച്ചുകൊണ്ട് ഞങ്ങളങ്ങേ ആരാധിച്ചു മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. കർത്താവേ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ആരാധന, ആരാധന, ആരാധന. മഹത്വം, മഹത്വം, മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ ആരാധന, ഈശോയെ മഹത്വം. കർത്താവേ സ്തുതി, സ്തുതി. ആരാധന, ആരാധന, ആരാധന. ഈശോയെ ദിവ്യകാരണീശോയെ, അങ്ങ് ജീവൻ നൽകാൻ വേണ്ടി വന്ന കർത്താവാണ്. ജീവനെ നശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് അവകാശമില്ല. അങ്ങ് ഞങ്ങളോട് പറഞ്ഞു കൊല്ലരുത്. കർത്താവേ, അതിന് വിരുദ്ധമായിട്ട് ഞങ്ങളുടെ കുടുംബത്തിൽ സംഭവിച്ചു പോയ ഒത്തിരിയേറെ ജീവനുമായി ബന്ധപ്പെട്ട മേഖലകൾ ഞങ്ങൾ കണ്ടു. ഞങ്ങളുടെ കുടുംബത്തിൽ നടന്നുപോയ കൊലപാതകങ്ങൾ, ഒത്തിരിയേറെ ആത്മഹത്യകള്, കർത്താവേ ഗർഭചിത്രങ്ങള് എല്ലാം അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ ജീവനെ വിലമതിക്കാതെ ജീവൻ നഷ്ടപ്പെടുത്തിക്കളുന്ന രീതിയിലുള്ള പ്രവൃത്തികള്, കർത്താവേ ആത്മഹത്യ ചിന്തകള്, ആത്മഹത്യാ പ്രവൃത്തികള്, പരിശ്രമങ്ങള്, കൊല ചെയ്യാൻ വേണ്ടി നോക്കിയത്, മറ്റുള്ളവരെ കൊല്ലാൻ നോക്കിയത്, ഗർഭചിത്രത്തിന് വേണ്ടി ആഗ്രഹിച്ചത്, ചില മക്കളെ കൊന്നത്, ഇനി കൊല്ലാൻ ശ്രമിച്ചിട്ടും കർത്താവെ മരിക്കാതെ പോയ മക്കള്, അങ്ങനെ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ജീവന്റെ മേഖലയില് വന്നുപോയ വീഴ്ചകള്, ഉപേക്ഷകള്, കൊല്ലരുതെന്ന് പറഞ്ഞ കാര്യത്തിനെതിരെ, ആ കൽപ്പനകൾക്കെതിരെ ചെയ്തുപോയ പ്രവൃത്തികള്, ചിന്തിച്ചു പോയ ചിന്തകള്, എടുത്ത നിലപാടുകള്, ഈശോയെ എല്ലാം അങ്ങേ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അതിലൂടെ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വന്ന കടങ്ങള്, മക്കളിലേക്ക് വന്ന മുറിവുകള്, തലമുറയിലേക്ക് കർത്താവെ കൈമാറി കിട്ടിയ പൈശാചിക ശക്തികള്, ജീവൻ നഷ്ടപ്പെടുത്തുന്ന ജീവന് വിരുദ്ധമായ ദുരാത്മ ദുർബോധങ്ങളും മരണശക്തികള്, ഈശോയെ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് പാരമ്പര്യത്തിന് എടുത്തു മാറ്റണമെന്ന് പ്രാർത്ഥിക്കുമ്പോ അതുമായിട്ട് ബന്ധപ്പെട്ട് കൊല്ലരുതെന്ന് പറഞ്ഞ കാര്യം ചെയ്തതിലൂടെ കടന്നു വന്ന കടങ്ങള്, കടബാധ്യതകള്, അതിലൂടെ പിശാചിന് ലഭിച്ച നിയമപരമായ
അവകാശങ്ങള്, കൊലപാതകത്തിന്റെ ആത്മാവ്, ആത്മഹത്യയുടെ ആത്മാവ്, ഗർഭചിത്രത്തിന്റെ ആത്മാവ്, ജീവനെ നശിപ്പിക്കുന്ന ആത്മാവിന് സാന്നിധ്യം കിട്ടിയപ്പോ അവൻ ഞങ്ങളുടെ കുടുംബത്തെ, ഞങ്ങളുടെ ജോലി മേഖലകളെ, ഞങ്ങളുടെ മക്കളുടെ പഠനത്തെ, സ്വഭാവത്തെ എല്ലാം നശിപ്പിക്കുന്ന, കൊല്ലുന്ന, ഇല്ലാതാക്കുന്ന ആധിപത്യം കിട്ടി. കർത്താവേ, ഈ മേഖലയില് ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളും ഞങ്ങളുടെ മാതാപിതാക്കളും പൂർവികരും വഴി വന്നു പോയ സകല പാപങ്ങളും നിൻ സുതനീശോധൻ തിരുരക്തത്താലേ കഴുകേണമേ, വിശുദ്ധീകരിക്കേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാ സഹനങ്ങളെയോർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയെ, അങ്ങയുടെ വലിയ കരുണ, ജീവൻ അർപ്പിച്ച് ജീവൻ നൽകിയ കരുണ, ഞങ്ങൾക്ക് വേണ്ടി മരിച്ച് ജീവൻ നൽകിയ കരുണ ഞങ്ങളുടെ കുടുംബത്തിന് മേൽ അങ്ങ് നിറയ്ക്കണമേ. ഞങ്ങളുടെ കുടുംബത്തില് സംഭവിച്ചു പോയ ജീവന് വിരുദ്ധമായ, ജീവനെതിരായ എല്ലാ പ്രവൃത്തികളുടെ കടങ്ങളും ഈശോയെ അങ്ങ് ഏറ്റെടുക്കണമേ. ആ കടങ്ങളെ അങ്ങ് വീട്ടണമേ. അതിലൂടെ കടന്നു വന്ന ശാപങ്ങള്, ചില മുറിവുകള്, പിശാചിന്റെ ആധിപത്യങ്ങള്, അധികാരങ്ങള് എല്ലാം യേശുവേ അവസാനിപ്പിച്ചുകൊണ്ട് ഇന്നേ ദിനം ഞങ്ങളുടെ കുടുംബത്തെ, ഞങ്ങളുടെ തലമുറയെ, ഞങ്ങളുടെ വീടിനെ, ഞങ്ങളുടെ മണ്ണിനെ കർത്താവേ അങ്ങ് വീണ്ടെടുക്കണം. ഞങ്ങളുടെ കുടുംബത്തിലൂടെ, കുടുംബവൃക്ഷത്തിലൂടെ കൊല ചെയ്യപ്പെട്ടു പോയ മക്കളോട് ഈശോയെ അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. ആ മക്കളെല്ലാവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആത്മഹത്യ ചെയ്തു പോയ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ മാപ്പ് ചോദിച്ചുകൊണ്ട് ഈശോയെ ആ മക്കളെല്ലാവരെയും അങ്ങയുടെ രക്ഷയ്ക്കായി അങ്ങയുടെ കുരിശോട് ചേർത്ത് ദിവ്യകാരുണ്യ ഹൃദയത്തിൽ സമർപ്പിക്കുന്നു. ഗർഭചിത്രത്തിലൂടെ കൊല ചെയ്യപ്പെട്ടു പോയ എല്ലാ കുഞ്ഞുമക്കളോടും ഈശോയെ അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ മാപ്പ് ചോദിച്ചുകൊണ്ട് അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈശോ അതെല്ലാം ഓർത്ത് ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കേറ്റ മുറിവുകൾ ഈശോ എല്ലാം ഉണക്കണമേ. ആ കുഞ്ഞിനെ അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്നു, സ്വീകരിക്കുന്നു. ഈശോയെ ആ ഗർഭചിത്രവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാം തകർച്ചകള്, പൈശാചിക ശക്തികള്, കടങ്ങള് എല്ലാം വീട്ടിക്കൊണ്ട് ഞങ്ങളെ, ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ തലമുറയെ അങ്ങ് വീണ്ടെടുക്കണമേ. അങ്ങനെ കൊല ചെയ്യപ്പെട്ടു പോയ എല്ലാ കുഞ്ഞുമക്കളെയും പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് ഈശോയെ അങ്ങയുടെ തിരുമുമ്പിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. അമ്മ മാതാവേ, ആ കുഞ്ഞുമക്കളെ സ്വീകരിച്ച് മക്കളുടെ മുറിവുണക്കി അമ്മയ്ക്കല്ലാതെ ഇനി ആ മക്കളെ ആശ്വസിപ്പിക്കാനോ മുറിവുണക്കാനോ അമ്മയുടെ സ്നേഹം നൽകാനോ ഞങ്ങൾക്കോ ഞങ്ങളുടെ കുടുംബത്തിനോ കഴിയില്ല. അമ്മ മാതാവേ, അതെല്ലാം നൽകി ഞങ്ങളുടെ കുഞ്ഞുമക്കളെ അനുഗ്രഹിക്കണം. എല്ലാ കൃപകൾക്കും വേണ്ടി പ്രാർത്ഥിക്കും. നമ്മുടെ കുടുംബത്തിന്റെ കൊല്ലരുത് എന്നുള്ള നിയമത്തിന് വിരുദ്ധമായ എല്ലാ പ്രവൃത്തികളെയും ഓർത്ത്, എല്ലാ പ്രമാണ ലംഘനങ്ങളോർത്ത് മാപ്പ് ചോദിച്ചുകൊണ്ട് കടങ്ങളുടെ പൊറുതിക്കായി, പാപത്തിന്റെ മോചനത്തിനായി, അതിലൂടെ കടന്നു വന്ന ആധിപത്യ അധികാരങ്ങളൊക്കെ വിടുതൽ പ്രാപിക്കാൻ, അതിൽ നിന്നൊക്കെ മോചനം പ്രാപിക്കാനൊക്കെ വേണ്ടി എല്ലാ മക്കളും തീക്ഷ്ണമായിട്ട്, നിശബ്ദമായിട്ട് ദിവ്യകാരുണ്യ സന്നിധിയിൽ പ്രാർത്ഥിക്കട്ടെ. കർത്താവിന്റെ വലിയ കരുണ നമ്മുടെ കുടുംബത്തിലേക്കും ജീവിതങ്ങളിലേക്കും ഒഴുകിയിറങ്ങട്ടെ. ഇതുപോലെ പാപം ചെയ്ത, ഈ പ്രമാണം ലംഘിച്ച നമ്മുടെ പൂർവികർക്ക് വേണ്ടി, നമ്മുടെ കുടുംബവൃക്ഷത്തിന് വേണ്ടി നമുക്ക് ഈശോയുടെ മാപ്പ് ചോദിക്കാം. ഈ മേഖലയില് ശുദ്ധീകരണ സ്ഥലത്തായിരിക്കുന്ന എല്ലാ മക്കളുടെ മേലും കരുണയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാന്റെ മനോഗുണത്താൽ മോക്ഷത്തിൽ ചേരുവാൻ ഇടയാകട്ടെ. പിതാവേ, ഈശോ മിശിഹ കർത്താവിന്റെ വിരുദ്ധരാത്രി തിരിച്ചോരയെ കുറിച്ച് മരിച്ച വിശ്വാസികളുടെ മേൽ കരുണയുണ്ടായിരിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാക്കണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്
സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഒഴിയാടയാകരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നിശബ്ദമായി വ്യക്തിപരമായും നമ്മുടെ കുടുംബപരമായിട്ടും ദിവ്യാനുസാരത്തിൽ നമ്മെ നമ്മുടെ കുടുംബപക്ഷത്തെ സമർപ്പിച്ചുകൊണ്ട് ഈ മേഖലയിൽ ഒരു വിടുതലിനും വലിയൊരു വീണ്ടെടുപ്പിനും വിമോചനത്തിനും ജീവന സമൃദ്ധിക്കും വേണ്ടി പ്രാർത്ഥിക്കേണ്ട മക്കളെ. സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ ഈശോയേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ജീവൻ നൽകുന്ന ദിവ്യകാരുണ്യനാഥ, അങ്ങയുടെ ജീവന്റെ സമൃദ്ധിയാൽ നിറച്ച് ഞങ്ങളുടെ കുടുംബവൃക്ഷത്തെ, തലമുറയെ, ഞങ്ങളുടെ വീടിനെ, മണ്ണിനെ, എല്ലാ മേഖലകളെയും ജീവന്റെ സമൃദ്ധിയിൽ അനുഗ്രഹിക്കണമേ. ആമേൻ.